നമുക്ക് ശകടാലൻ കഥ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് വരെ രുചിക്ക് ശകടാലൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനായി എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ. ഞാനൊരു കഥ പറഞ്ഞുതരാം. രാജാവ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥ ഏത് പ്രകാരം എന്ന് വെച്ചാൽ, പണ്ട് ഈ രാജ്യം ഭരിച്ചിരുന്ന ആദിത്യവർമ്മൻ എന്നൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ശിവശർമാവ് എന്ന ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ആദിത്യവർമ്മനും ശിവശർമാവ് ഇരുവരും വളരെ സ്നേഹത്തിലും വിശ്വാസത്തിലും കഴിഞ്ഞു വരുമ്പോൾ രാജാവിന്റെ റാണിമാരിൽ ഒരുവൾ ഗർഭിണിയായി. രാജാവ് ആ റാണിയുടെ അന്തഃപുരത്തിൽ വളരെ കാലമായി പോകാറില്ലാതിരുന്നതിനാൽ അവളുടേത് രാജഗർഭമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ് ആ ജാരൻ എന്നറിയാനായി രാജാവ് അന്തഃപുരത്തിൽ തോഴിമാരെ വിളിച്ചന്വേഷിച്ചു. പുരുഷനായ ഒരേ ഒരാൾ മാത്രമേ അവിടെ വരാറുള്ളൂ. അത് മന്ത്രി ശിവശർമാവാണെന്ന് അവർ പറഞ്ഞു. അത് കേട്ടതും രാജാവ് മന്ത്രിയെ തെറ്റിദ്ധരിക്കുകയും അയാളെ വധിച്ചു കളയാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അത് ആരും അറിയാതെ വേണമെന്നും ഉറപ്പിച്ചു. ഏതോ രാജ്യകാര്യത്തിൽ നിന്ന് വ്യാജേന മന്ത്രിയെ അടുത്ത രാജ്യത്തെ രാജാവിന്റെ അടുത്തേക്ക് അയച്ചിട്ട് പിന്നാലെ ഒരു ദൂതനെയും അയച്ചു. തന്റെ മന്ത്രിയെ കൊന്നുകളയണമെന്നായിരുന്നു ദൂത്. മന്ത്രി മറുരാജ്യത്തെത്തി രാജാവുമായി സംസാരിച്ചിരിക്കെ ദൂതൻ വന്ന് രഹസ്യമായി വിവരം പറഞ്ഞു. രാജാവ് ദൂതനെ മടക്കി അയച്ചിട്ട് മന്ത്രിയോട് കാര്യം പറഞ്ഞു. ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറാണെങ്കിൽ തന്നെ വധിച്ചു കൊള്ളാനാണ് ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞത്. അതെ, വരുന്നത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ കൊന്നോളൂ എന്നാണ് പറഞ്ഞത്. എന്താണ് ഭവിഷ്യത്ത് എന്ന് ചോദിച്ചപ്പോൾ, താൻ എവിടെ വെച്ച് മരിക്കുന്നുവോ ആ നാട്ടിൽ 12 കൊല്ലം മഴ പെയ്യുകയില്ലെന്ന് ഇന്ദ്രൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. അത് കേട്ട് ഭയന്നുപോയ രാജാവ് അയാളെ വിട്ടയച്ചു. ഇതേ സമയം ആദിത്യവർമ്മന്റെ ഗർഭിണിയായ റാണി ഒരു തോഴിയോടൊപ്പം ഒളിച്ചോടിപ്പോകാൻ ശ്രമിക്കുകയും പിടിക്കപ്പെടുകയും ഉണ്ടായി. തോഴിയായി വേഷം ധരിച്ചത് ഒരു പുരുഷനായിരുന്നു. അത് കണ്ടപ്പോൾ തന്റെ മന്ത്രിയെ തെറ്റിദ്ധരിച്ചതിനും അയാളെ വധിക്കാൻ ഏർപ്പാട് ചെയ്തതിനും ആദിത്യവർമ്മൻ പശ്ചാത്തപിച്ചു. അതുപോലെ ഈ രാജാവും ഒരു നാൾ പശ്ചാത്തപിക്കും എന്ന് ശകടാലൻ കഥ പറഞ്ഞു നിർത്തി. ഇപ്പം അയാളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് രാജാവ് പശ്ചാത്തപിച്ചില്ല. അതുപോലെ ഈ രാജാവും ഒരു കാലത്ത് പശ്ചാത്തപിക്കും, അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ശകടാലന്റെ സംരക്ഷണയിൽ ഞാൻ രഹസ്യമായി കഴിയുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ലോകാനന്ദ രാജാവിന്റെ പുത്രനായ ഹിരണ്യകുപ്പതൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയി വഴി തെറ്റി മടങ്ങിപ്പോരാനാകാതെ കൊടുങ്കാട്ടിലകപ്പെട്ടു. ലോകാനന്ദ എന്ന് പേരുള്ള രാജാവിന്റെ പുത്രൻ ഹിരണ്യകുപ്പതൻ. രാത്രിയായപ്പോൾ അവൻ ഒരു വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നു. ഈ സമയം ഒരു കരടിയെ ഓടിച്ചുകൊണ്ടൊരു സിംഹം അവിടെ എത്തി. ഹിരണ്യകുപ്തൻ ഇരുന്നിരുന്ന മരത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം കരടിയും ഓടിക്കയറി പോരെ. കരടി കയറി വരുന്നത് രാജകുമാരൻ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ കരടി പറഞ്ഞു, ഭയപ്പെടേണ്ട കേട്ടോ, നാം ഇപ്പോൾ തുല്യ ദുഃഖിതരാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല, ഉപദ്രവിക്കൂല. അത് കേട്ടവൻ ആശ്വസിച്ചു. പിന്നെ മരക്കൊമ്പിൽ ചാരിയെന്നറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ താഴെ നിന്നിരുന്ന സിംഹം കരടിയോട് പറഞ്ഞു, ആ മനുഷ്യനെ തള്ളി താഴെയിട്, ഞാൻ അവനെ തിന്നോളാം, നിന്നെ വെറുതെ വിടുകയും ചെയ്യാന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കരടി എന്ത് പറഞ്ഞുന്നോ, ഒരിക്കലും ഞാനത് ചെയ്യില്ല. അയാൾ എന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. വിശ്വാസവഞ്ചന മഹാപാപമാണ്. കുറെ കഴിഞ്ഞ് രാജകുമാരൻ നടന്നു. അപ്പോൾ കരടി ഇരുന്നുറങ്ങുകയാണ്. സിംഹം രാജകുമാരനോട് പറഞ്ഞു, ആ കരടിയെ തള്ളി താഴേക്കിട്ടാൽ ഞാൻ അവനെയും കൊണ്ട് പോയിക്കൊള്ളാം. പിന്നെ നിനക്ക് അവനെയും എന്നെയും പേടിക്കണ്ടല്ലോ. ഇത് കേട്ടതും ഹിരണ്യഗുപ്തൻ കരടിയെ തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ കരടി ശരിക്ക് കരുതിയാണ് ഇരുന്നത്. അതുകൊണ്ടത് താഴെ വീണില്ല. കരടി പറഞ്ഞു, നീ ദുഷ്ടനും വിശ്വാസവഞ്ചകനുമാണ്. നിന്റെ ജീവൻ രക്ഷിച്ച് എന്നെ നീ ചതിക്കാൻ ശ്രമിച്ചില്ലേ? നിനക്ക് ഭ്രാന്തായി പോകട്ടെ. ഈ സംഭവം എന്നെങ്കിലും ആരെങ്കിലും നിന്നോട് പറയുമ്പോൾ മാത്രമേ നിന്റെ ഭ്രാന്ത് മാറുകയുള്ളൂ എന്നും പറഞ്ഞു. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. കരടിയുടെ ശാപം ഭരിച്ചു. മുഴുഭ്രാന്തനായാണ് ഹിരണ്യഗുപ്തൻ പിറ്റേന്ന് കൊട്ടാരത്തിലെത്തിയത്. അവന്റെ അവസ്ഥ കണ്ട് മഹാരാജാവിന് വലിയ സങ്കടമായി. ഇപ്പോൾ വരരുചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു പോംവഴി അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും കൊല്ലിക്കുകയും ചെയ്തല്ലോ, കഷ്ടം എന്നിങ്ങനെ രാജാവ് വിലപിക്കുന്നത് കേട്ടപ്പോൾ ശകടാലൻ രാജാവിനോട് പറഞ്ഞു, വരരുചി മരിച്ചിട്ടില്ല മഹാരാജാവേ, അദ്ദേഹം എന്റെ സംരക്ഷണയിൽ കഴിയുന്നുണ്ട്, ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് ശകടാലൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു.
അങ്ങനെ അയാൾ എന്നെയും കൂട്ടി രാജസന്നിധിയിലെത്തി. രാജാവ് എന്നെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. എന്നിട്ട് തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ദേവി സരസ്വതി ധ്യാനിച്ചപ്പോൾ ഈ സംഭവമെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. രാജകുമാരൻ കേട്ടു നിൽക്കെ ഞാൻ കരടിയുടെ ശാപകഥ പറഞ്ഞു കേൾപ്പിച്ചു. പെട്ടെന്ന് രാജകുമാരന്റെ ഭ്രാന്ത് മാറിയല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ രാജാവ് ഞാൻ എങ്ങനെ ഇക്കാര്യം മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മഹാരാജാവേ, പ്രതിഭാശാലികൾക്ക് ഇത്തരം ചില അപൂർവ സിദ്ധികളുണ്ട്. ധ്യാനത്തിലൂടെയാണ് ഞാനിതൊക്കെ അറിഞ്ഞത്. മഹാറാണിക്കായി ചിത്രത്തിൽ ആ മറുക അടയാളപ്പെടുത്തിയതും അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. മറ്റു രാജ്ഞിയായിട്ട് ഇയാൾക്ക് ബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. ഇത് കേട്ട് രാജാവ് എന്നെ ഏറെ പ്രശംസിക്കുകയും നേരത്തെ തെറ്റിദ്ധരിച്ചതിൽ മാപ്പ് ചോദിക്കുകയും ചെയ്തു. രാജാവ് എനിക്ക് സമ്മാനിക്കാൻ ആഗ്രഹിച്ച വിലപ്പെട്ട വസ്തുക്കളെല്ലാം സ്നേഹപൂർവ്വം നിഷേധിച്ചു. ഞാൻ അങ്ങനെ വീട്ടിൽ ചേർന്ന് എന്നെ കണ്ട ബന്ധുക്കൾ വാവിട്ട് കരഞ്ഞു. എന്നെ രാജാവ് വധിച്ചു എന്ന് ധരിച്ച് എൻ്റെ പ്രിയതമ ഉപഘോഷയും മാധവൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേട്ടത്. എൻ്റെ അമ്മേ, അതോടെ ജീവിത വിരക്തി ഭാവം പൂണ്ട ഞാൻ എല്ലാം ത്യജിച്ച് സന്യസിക്കാനായി ഇറങ്ങി തിരിച്ചു. ഹിമവത്സാനുക്കളിൽ ഏറെക്കാലം തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ ഇരിക്കെ അയോധ്യാവാസിയായിരുന്ന ഒരു ബ്രാഹ്മണൻ ഹിമാലയത്തിൽ വരികയുണ്ടായി. അയാളിൽ നിന്ന് ഞാൻ യോഗാനന്ദന്റെ നാശത്തെക്കുറിച്ച് അറിഞ്ഞു. എൻ്റെ അസാന്നിധ്യം ശകടാരൻ രാജാവിനോടുള്ള പക തീർക്കാൻ പറ്റിയ അവസരമായി കരുതി. കഥ: വലിയ തപസ്വിയും വാശിക്കാരനുമായ ചാണക്യൻ എന്ന ബ്രാഹ്മണനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ ശ്രാദ്ധകർമ്മത്തിൽ അഗ്രസ്ഥാനത്തിരുത്തി. രാജാവിതറിയാതെ മറ്റൊരു ബ്രാഹ്മണനെ അഗ്രസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നു. രാജാവിനെ ക്ഷണിക്കണ്ടു, ഇനി ഇയാൾക്കിൻ്റെ ആവശ്യമില്ലല്ലോ. ഇയാളതും ചെയ്തു. അങ്ങനെ ശ്രാദ്ധശാലയിൽ നിന്ന് അപമാനിതനായി പുറത്താക്കപ്പെട്ട ചാണക്യൻ ഒരു ഹോമം നടത്തി മരണദേവതയെ കൃത്യയെ പ്രത്യക്ഷപ്പെടുത്തി. കൃത്യയോഗാനന്ദന്റെ തലയറുത്ത് കൊന്നതോടെ ശകടാലൻ ദീർഘകാലമായി മനസ്സിൽ പേര് നടന്ന പ്രതികാരാഗ്നി കെട്ടടങ്ങി. പഴയ രാജാവായിരുന്ന പൂർവനന്ദന്റെ പുത്രൻ ചന്ദ്രഗുപ്തനെ രാജാവായി അഭിഷേകം ചെയ്യിച്ച ശേഷം ശകടാലൻ തപസ്സിനായി കാട്ടിലേക്ക് പോയി. ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ താങ്കളെ കാണാനെത്തിയതാണ് കാണഭൂതി. ഇതോടെ എൻ്റെ ശാപകാലവും തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്കൾ ഇവിടെ തന്നെ വസിക്കുക. ഗുണാഢ്യൻ എന്ന ബ്രാഹ്മണൻ താങ്കളെ തേടി ഇവിടെ വരും. എൻ്റെ സ്നേഹിതനായിരുന്ന മാല്യവാനാണ് ഗുണാഢ്യനായി മനുഷ്യജന്മം പൂണ്ടുവരുന്നത്. ദേവി ശാപത്താലാണ് ഇത് സംഭവിച്ചത് കേട്ടോ. അയാളോട് താങ്കൾ ശിവപ്രോക്തമായി ഈ ദിവ്യകഥ പറഞ്ഞു കേൾപ്പിക്കണം. അതോടെ അയാളും താങ്കളും ശാപമുക്തരാകും. രണ്ടാള് ശാപവും തീരും. ഇപ്രകാരം പറഞ്ഞിട്ട് ദേഹത്യാഗം ചെയ്യാനായി വരരുചി ബദര്യാശ്രമത്തിലേക്ക് പോയി. ഗുരുവായൂർ ചാവാൻ ഗുരുവായൂർ പോകുന്നതാണ് എൻ്റെ ബദര്യാശ്രമത്തിൽ പോകുന്നു. അവിടെ ഇരുന്ന് സരസ്വതി ദേവിയെ ധ്യാനിച്ച അദ്ദേഹത്തിന് ദേവി പ്രത്യക്ഷമായി സ്വശരീരാഗ്നിയെ സ്വയം ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ തന്നെ ശരീരം ദഹിപ്പിച്ച് സ്വർഗസ്ഥനായി കൊള്ളാൻ നിർദ്ദേശിച്ചു ദേവി. അപ്രകാരം വരരുചി എന്ന നാമത്തിൽ മനുഷ്യജന്മം പൂണ്ടിരുന്ന ആ മഹാൻ സ്വജീവിതം ത്യജിച്ച് പുഷ്പദന്തൻ എന്ന പഴയ ശിവഭൃത്യനായി പുണ്യം നേടുകയും ചെയ്തു. അങ്ങനെ വരരുചി പോയി. ഗുണാഢ്യന്റെ കഥയാണ് ഇനി പറയുന്നത്. ഗുണാഢ്യന്റെ ആത്മകഥ. പുഷ്പദന്തനെ പോലെ തന്നെ ദേവീ ശാപത്താൽ മനുഷ്യജന്മം സ്വീകരിക്കേണ്ടി വന്ന മാല്യവാൻ ഗുണാഢ്യൻ എന്ന പേരിൽ ജാതവാഹനൻ എന്ന രാജാവിന്റെ സേവകനായി കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് സംസ്കൃതാദി ഭാഷകളെ എല്ലാം ഉപേക്ഷിച്ച് വൈശാചിക ഭാഷ സ്വീകരിച്ച ഗുണാഢ്യൻ ഒരു നാൾ കാണഭൂതിയെ വന്ന് കണ്ടു. വരരുചിയായി വന്ന പുഷ്പദന്തൻ പറഞ്ഞ അത്യന്ത ഹൃദ്യമായ ആ കഥ തന്നോട് പറയണമെന്ന് ആവശ്യപ്പെട്ടു. കാണഭൂതി പറഞ്ഞു, തീർച്ചയായും ഞാൻ ആ കഥ അങ്ങയോട് പറയാം. അതോടെ നമുക്ക് രണ്ടാൾക്കും ശാപമോക്ഷവും ലഭിക്കുമല്ലോ. എന്നാൽ ശിവപ്രോക്തമായ ആ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ഈ ജന്മത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദയവായി അത് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ തുടങ്ങി. സോമശർമ്മ എന്നൊരു ബ്രാഹ്മണൻ സുപ്രതിഷ്ഠിതം എന്ന നഗരത്തിൽ വസിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത്. ശ്രുതാർത്ഥ എന്ന ആ പുത്രിയെ വാസുകിടപുത്രനായ കീർത്തിസേനൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തു. അവർക്ക് ജനിച്ച പുത്രനാണ് ഞാൻ. ശ്രുതാർത്ഥയും വാസുകിയുടെ പുത്രനും വിവാഹം കഴിച്ചിട്ടുണ്ടായ കുട്ടിയാണ് ഞാൻ എന്നാണ് പറയുന്നത്.
ഗുണവർഗത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച ഇവൻ ഗുണാഢ്യൻ എന്ന പേരിൽ അറിയപ്പെടും എന്നൊരു അശരീരി ഉണ്ടായി. എന്റെ മാതാവും സഹോദരന്മാരും ശാപഫലമായി മനുഷ്യജന്മമെടുത്തവരായിരുന്നു. എന്റെ ജനനത്തോടെ അവർക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്തു. 3 പേരും ദേഹത്യാഗം ചെയ്തു. അതോടെ ഞാൻ അനാഥനായി. എങ്കിലും ഒരുവിധം ശൈശവ ബാല്യങ്ങൾ പിന്നിട്ട് വിദ്യ അഭ്യസിക്കാനായി ദക്ഷിണാവധത്തിലെത്തി ഞാൻ. അവിടെ എത്തിയ സമയത്തോ അവിടെ നിന്ന് സർവശാസ്ത്രങ്ങളും അഭ്യസിച്ചു ഞാൻ. സുപ്രതിഷ്ഠിത നഗരത്തിൽ മടങ്ങിയെത്തി. അവിടെ എന്തോ വലിയ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സാമവേദികൾ വേദഗാനം നടത്തുന്നു, മറ്റൊരിടത്ത് ബ്രാഹ്മണർ കൂടിയിരുന്ന് വേദാന്ത ചർച്ചകൾ നടത്തുന്നു, ഇനി ഒരിടത്ത് ചൂതുകളി നടക്കുന്നു. ചൂതുകളി സ്ഥലത്ത് ഇന്നൊരാൾ ഉറക്കെ താൻ എങ്ങനെ പണക്കാരനായി എന്ന അനുഭവ കഥ പറയുന്നു. ഒരു ചത്ത എലിയായിരുന്നു എൻ്റെ മൂലധനം. ഒരു പണിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞു നടന്ന് എനിക്കൊരു ചത്ത എലിയെ കിട്ടി. ഒരു ധനികൻ എന്നെ പരിഹസിക്കാനായി ദാനം ചെയ്തതായിരുന്നു അതിനെ. ഞാനതിനെ വാലിൽ തൂക്കിയെടുത്ത് അടുത്ത് കണ്ട കച്ചവടക്കാരന്റെ പൂച്ചക്കിട്ട് കൊടുത്തു. അത് കണ്ട് സന്തോഷിച്ച അയാൾ എനിക്ക് കുറെ വറുത്ത കടല തന്നു, ഒരു കുടം വെള്ളവും. ആ വറുത്ത കടലയുമായി ഞാനൊരു തെരുവിൽ ചെന്നിരുന്നു. കാട്ടിൽ പോയി വിറക് കെട്ടുമായി ക്ഷീണിച്ചു വന്നവർക്കെല്ലാം ഞാൻ കുടിക്കാൻ വെള്ളവും കുറിക്കാൻ കടലയും കൊടുത്തു. ദാഹമകന്നതിൽ സന്തുഷ്ടരായ അവർ 4-5 കഷ്ണം വിറക് വീതം എനിക്ക് തന്നു. എല്ലാവരും തന്ന വിറക് കെട്ടിയെടുത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ കാശ് കൊടുത്ത് 2 റാത്തൽ കടലയും 3 മൺകുടങ്ങളും വാങ്ങി. കടല വറുത്ത കുടങ്ങളിൽ വെള്ളവും നിറച്ച് ഞാൻ വിറക് കെട്ടുകാരെ കാത്തിരുന്നു. അന്ന് എനിക്ക് കൂടുതൽ വിറക് കിട്ടിട്ടോ. കുറേ ദിവസം ഈ കച്ചവടം തുടർന്നപ്പോൾ കുറച്ചധികം പണം കിട്ടി. അതിന് മുഴുവൻ വിറക് വാങ്ങി ഞാൻ ശേഖരിച്ചു. അപ്പോൾ കുറേ ദിവസം തുടർച്ചയായി മഴ പെയ്തു. വിറകിന് ക്ഷാമം നേരിട്ടു. എൻ്റെ പക്കലുണ്ടായിരുന്ന വിറക് മുഴുവൻ ഞാൻ ഇരട്ടി വിലക്ക് വിറ്റു. അതിൽ എനിക്ക് വലിയ ലാഭം കിട്ടി. അതുകൊണ്ട് ഞാൻ അങ്ങാടിയിൽ ഒരു പലചരക്ക് കടയിൽ തുടങ്ങി. കണ്ടോ, ഭാഗ്യം വരുന്ന വഴിയാണിതൊക്കെ. അത് വളർന്ന് വികസിച്ച് ഞാൻ വലിയ ധനികനായി. പരിഹസിക്കാനാണെങ്കിലും മൂലധനമായി ചത്തേലിയെ തന്ന കച്ചവടക്കാരനെ ഞാൻ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു എലിയെ കൊണ്ടുചെന്ന് സമ്മാനിച്ചു. അയാൾ അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ വളർച്ചയുടെ കഥ ഞാൻ അയാളോട് പറയുകയും ചെയ്തു. രസകരമായ ആ കഥ കേട്ട് ഞാൻ പിന്നെയും കാഴ്ച കണ്ട് നടന്നു. ഒരു വിഡ്ഢി ബ്രാഹ്മണൻ വേശ്യാലയത്തിൽ ചെന്ന് പരിഹാസനായ കഥ അയാൾ തന്നെ വർണ്ണിക്കുന്നതും കേട്ടു. ആളുകൾ ഏതെല്ലാം തരത്തിലുണ്ടെന്ന് ആലോചിച്ച് നടന്നൊടുവിൽ ഞാൻ സാതവാഹന രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. ഓ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോയി എന്നാ പറയുന്നു. എന്നെക്കുറിച്ച് മന്ത്രിമാരൊക്കെ വളരെയധികം കേട്ടിരുന്നു. അവരെന്നെ ആദരപൂർവ്വം സ്വീകരിച്ച് മഹാരാജാവിന്റെ മുന്നിലെത്തിച്ചു. സർവശാസ്ത്ര പണ്ഡിതനായ ഗുണാഢ്യനാണ് വന്നിരിക്കുന്നതെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. സന്തുഷ്ടനായ രാജാവ് എന്ത് ചെയ്തുന്നോ, എന്നെ മന്ത്രിസഭയിൽ ഒരു അംഗമായി നിയമിച്ചു. അങ്ങനെ അവിടെ സന്തോഷമായി കഴിയുന്ന കാലത്ത് ഞാനൊരു വിവാഹവും കഴിച്ചു. കുറേയധികം ശിഷ്യരെ വിദ്യ അഭ്യസിപ്പിച്ചും രാജ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചും കാലം കഴിച്ചു കൊണ്ടിരുന്നു. ഗുണാഢ്യൻ ഇത്രയും പറഞ്ഞപ്പോൾ കാണഭൂതി ഇടക്ക് കയറി ചോദിച്ചു, രാജാവിന് സാതവാഹൻ എന്ന് പേര് കിട്ടാൻ എന്താണ് കാരണം? ഗുണാഢ്യൻ മറുപടിയായിട്ട് ഇപ്രകാരം പറഞ്ഞു. ദീപകർണി എന്നൊരു രാജാവും അദ്ദേഹത്തിന് ശക്തിമതി എന്ന സുന്ദരിയായ ഭാര്യയും ഉണ്ടായിരുന്നു. രാജാവിന്റെ പേര് ദീപകർണി, ഭാര്യയുടെ പേരോ ശക്തിമതി. ഒരു ദിവസം ഉദ്യാനത്തിൽ ഉലാത്തുന്ന നേരത്തെ റാണി ഒരു സർപ്പം കടിച്ചു. അപ്പോൾ തന്നെ അവർ മരിക്കുകയും ചെയ്തു. ദുഃഖിതനായ രാജാവ് അന്ന് മുതൽ ഗൃഹസ്ഥാശ്രം ഉപേക്ഷിച്ച് വൈരാഗിയായി ജീവിക്കാൻ തുടങ്ങി. തന്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരു പുത്രനില്ലല്ലോ എന്ന് ദുഃഖിച്ച അദ്ദേഹം പരമശിവനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞു, അടുത്ത തവണ നായാട്ടിന് പോകുമ്പോൾ കാട്ടിൽ വെച്ച് സിംഹത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ആൺകുട്ടിയെ നീ കാണും. അവനെ കൂട്ടിക്കൊണ്ട് പുത്രനായി വളർത്തുക. സിംഹത്തിന്റെ പുറത്ത് കാണുന്ന കുട്ടീനെ കൂട്ടിക്കൊണ്ടിട്ട് മകനായിട്ട് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷമായി. അടുത്ത തവണ നായാട്ടിന് പോയപ്പോൾ കൊടുങ്കാട്ടിനുള്ളിൽ കുളക്കരയിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന തേജോമയനായ ഒരു കുട്ടിയെ രാജാവ് കണ്ടു. ഭഗവാൻ പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ സന്തോഷചിത്തനായി രാജാവ് കുട്ടിയെ കൈക്കലാക്കാൻ സിംഹത്തെ കൊല്ലാൻ നിശ്ചയിച്ച് ഒരസ്ത്രമേറ്റു. അത് ഏറ്റ് സിംഹം ചത്തു വീഴുകയും
അതിൽ നിന്ന് സുന്ദരനായ ഒരു പുരുഷൻ പ്രത്യക്ഷനാകുകയും ചെയ്തു. അയാൾ കുട്ടിയെ രാജാവിന് നൽകിക്കൊണ്ട് പറഞ്ഞു, വൈശ്രവണന്റെ സ്നേഹിതനായ സാധനാണ് ഞാൻ. ഒരിക്കൽ ഒരു മുനികന്യകയെ കാണുകയും ഞാൻ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അത് ഇഷ്ടപ്പെടാതെ അവളുടെ പിതാവായ മുനി ഞങ്ങൾ രണ്ടുപേരും സിംഹങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങയുടെ അസ്ത്രമേൽക്കുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്ന് മുനി പറയുകയുണ്ടായി. എന്റെ ഭാര്യ സിംഹിയാണെങ്കിലും അവൾ പ്രസവിച്ചത് ഈ മനുഷ്യ ശിശുവിനെയാണ്. പ്രസവത്തോടെ മരിച്ചവൾക്ക് മോക്ഷം കിട്ടി. ഇപ്പോൾ എനിക്കും. ഇവൻ സാതവാഹൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞ് കുട്ടിയെ സമ്മാനിച്ചിട്ട് യക്ഷൻ അന്തർധാനം ചെയ്തു. ആ കുട്ടി വളർന്ന് രാജ്യഭാരം ഏറ്റെടുത്തു. അതാണ് സാതവാഹനന്റെ കഥ. സാതവാഹനന് വലിയ ശാസ്ത്രജ്ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം റാണിമാരിൽ ഒരു ശാസ്ത്ര പണ്ഡിത അദ്ദേഹത്തെ തർക്കത്തിൽ തോൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ, കുറെ ഭാര്യമാരുണ്ടാവുമല്ലോ രാജാക്കന്മാർക്ക്. അങ്ങനെ തോൽപ്പിച്ചു. അതോടെ ദുഃഖിതനായ അദ്ദേഹം രാജ്യകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഏകാന്തവാസം തുടങ്ങി. സർവശാസ്ത്രങ്ങളും അഭ്യസിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്വന്തം പത്നിയിൽ നിന്നല്ല ഒരു പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് വ്യാകരണവും മറ്റ് ശാസ്ത്രശാഖകളും ഹൃദിസ്ഥമാക്കാൻ എത്ര കാലം വേണ്ടിവരുമെന്ന് രാജാവ് എന്നോട് ചോദിച്ചു. 12 വർഷമെങ്കിലും കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് സർവവർമാവ് എന്ന മന്ത്രി പറഞ്ഞു, അത്രയൊന്നും വേണ്ട, 6 മാസം കൊണ്ട് രാജാവിന് സർവ്വ വിഷയവും പഠിക്കാൻ കഴിയൂലോ. അത് കേട്ട് സാധ്യമല്ലെന്ന് ഞാനും പറഞ്ഞു. അതൊരു വലിയ തർക്കമാണ്. ശർവവർമ്മൻ പറഞ്ഞതുപോലെ രാജാവ് 6 മാസം കൊണ്ട് പാണ്ഡിത്യം നേടുന്ന പക്ഷം ഞാൻ അന്നു മുതൽ സംസ്കൃതം, പ്രാകൃതം, ദേശഭാഷ എന്നീ 3 ഭാഷകളും ഉപേക്ഷിക്കുമെന്നും പിന്നെ ഒരിക്കലും ഈ ഭാഷകൾ ഉപയോഗിച്ച് ഒരു വാക്കുപോലും പറയുകയോ എഴുതുകയോ ചെയ്യുകയില്ലെന്നും ശപഥം ചെയ്തു. അതാ രണ്ടാമത്തെ പണിയെടുത്തു കേട്ടോ. ശർവവർമ്മൻ അത് കേട്ട് വാശിയായി. 6 മാസം കൊണ്ട് രാജാവിന് സർവശാസ്ത്രങ്ങളും അഭ്യസിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 12 വർഷം ഗുണാഢ്യന്റെ ചെരുപ്പുകൾ ഞാൻ തലയിൽ ചുമന്നു കൊള്ളാമെന്ന് അയാളും ശപഥം ചെയ്യുകയുണ്ടായി. അങ്ങനെ വാശി വന്നു പറഞ്ഞെങ്കിലും അസാധ്യമായ കാര്യമാണ് താൻ ഏറ്റതെന്ന് ശർവവർമ്മൻ അറിയാമായിരുന്നു. അയാൾ ഭാര്യയോട് ആലോചിച്ചു. അവർ സുബ്രഹ്മണ്യന് അഭയം പ്രാപിക്കാനാണ് ഉപദേശിച്ചത്. അതനുസരിച്ച് ഷൺമുഖപ്രീതി ലക്ഷ്യമാക്കി അയാൾ വായു മാത്രം ഭക്ഷിച്ച് കഠിന തപം ചെയ്ത് ദേവനെ പ്രത്യക്ഷപ്പെടുത്തി. അഭിഷ്ടസിദ്ധി ലഭിക്കും എന്ന് സുബ്രഹ്മണ്യൻ അനുഗ്രഹിച്ചു. ശർവവർമ്മനിൽ നിന്ന് 6 മാസം കൊണ്ട് മഹാരാജാവ് സർവശാസ്ത്രങ്ങളും വ്യാകരണവും അഭ്യസിച്ച് കീർത്തിമാനായി. സൂത്രം: ഞാൻ എൻ്റെ വാക്ക് പാലിക്കാനായി എല്ലാ ഭാഷകളും ഉപേക്ഷിച്ച് മൗനവ്രതം സ്വീകരിച്ചു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? രാജ്യം വിട്ട് വിന്ധ്യാവാസിനിയായ ദേവിയെ സേവിക്കാമെന്ന് കരുതി വിന്ധ്യാചലത്തിലെത്തി. ദേവിയെ ധ്യാനിച്ചു. ദേവി പ്രത്യക്ഷമായി എന്നെ അനുഗ്രഹിച്ചു. കാണാഭൂതിയെ ചെന്ന് കണ്ടാൽ ശാപമോക്ഷം ലഭിക്കും. ഇങ്ങനെയാണ് ദേവി എന്നെ അനുഗ്രഹിച്ചത്. ഞാൻ താങ്കളെ തേടി ഒരുപാട് അലഞ്ഞു നടന്നു. അതിനിടയിൽ പിശാചന്മാരുമായി സഹവസിക്കുക മൂലം പൈശാചി ഭാഷ എനിക്ക് വശമായി. അങ്ങനെ 4മതൊരു ഭാഷ കൈവന്നതോടെ ശപഥം ലംഘിക്കാതെ തന്നെ സംസാരിക്കാമെന്നായി. ഈ 3 ഭാഷയിൽ സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പിശാചി ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറെ കാലത്തിന് ശേഷം ഞാനിതാ താങ്കളുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഇനി ഭഗവാൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുത്ത കഥ എന്നെ കേൾപ്പിച്ചാലും അത് കേട്ട് ഞാനും പറയുക വഴി താങ്കളും മോക്ഷം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. കാണഭൂതി അത് കേട്ട് ഇപ്രകാരം പറയാൻ തുടങ്ങി. തീർച്ചയായും ഞാൻ ആ കഥ പറയാം. ഇതിനായി താങ്കളെ കാത്തിരിക്കുകയായിരുന്നല്ലോ ഞാനും. എങ്കിലും കഥ തുടങ്ങും മുമ്പ് താങ്കൾ എന്നൊരു കാര്യം കൂടി എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും പുഷ്പദന്തൻ എന്നും മാല്യവാൻ എന്നും പേര് ലഭിക്കാൻ എന്താണ് കാരണം എന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അതിന് മറുപടിയായി ഗുണാഢ്യം പറഞ്ഞു. ഗംഗാ നദിയുടെ തീരത്ത് ഒരഗ്രഹാരത്തിൽ ഗോവിന്ദദത്തൻ എന്നൊരു ബ്രാഹ്മണനും പത്നി അഗ്നിദത്തയും 5 പുത്രന്മാരും ഉണ്ടായിരുന്നു. പുത്രന്മാർ അതിസുന്ദരന്മാരാണെങ്കിലും മൂഢന്മാരായിരുന്നു, വിഡ്ഢികള്. സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. ഒരു ദിവസം ഒരതിഥി ആ വീട്ടിലെത്തി. വൈശ്വാനരൻ എന്ന പേരായ ആ ബ്രാഹ്മണൻ ചെല്ലുമ്പോൾ ഗോവിന്ദദത്തൻ ഉണ്ടായിരുന്നതുമില്ല വീട്ടില്. 5 പുത്രന്മാരെ കണ്ടയാൾ വന്ദിച്ചെങ്കിലും അവർ പ്രതിബന്ധനം ചെയ്തില്ല. അതിൽ ക്ഷോഭിച്ച അതിഥിയെ അപ്പോഴവിടെ എത്തിയ ഗോവിന്ദദത്തൻ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തോട് ആദരവില്ലാതെ പെരുമാറിയ പുത്രന്മാരെ
താനും വർജിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ ദേവദത്തൻ എന്ന പുത്രൻ വീട് വിട്ടിറങ്ങി വനത്തിൽ ചെന്ന് പരമശിവപ്രീതിക്കായി തപസ് ചെയ്തു. ഒരു മോൻ ഭഗവാൻ ദർശനം നൽകിയപ്പോൾ തനിക്ക് ഭഗവാന്റെ ഭൃത്യനായിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അയാൾ അപേക്ഷിച്ചു. കുറെ കാലം ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കുക, അതിനുശേഷം മടങ്ങി വരാൻ പറഞ്ഞ് ഭഗവാൻ അയാളെ യാത്രയാക്കുകയും ചെയ്തു. ദേവദത്തൻ വിദ്യ അഭ്യസിക്കുന്ന ഗുരുവിനെ കണ്ടെത്തി കുറെ കാലം അവിടെ കഴിഞ്ഞു. ഗുരുപത്നിയിൽ നിന്ന് മോശമായ പ്രതികരണം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അയാൾ പ്രതിഷ്ഠാനം എന്ന നഗരത്തിലെത്തി. അവിടെ മന്ത്രസ്വാമി എന്നൊരു ഗുരുവിന്റെ ശിഷ്യനായി വിദ്യാഭ്യാസം തുടർന്നു. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തെ രാജാവായ സുശർമാവിന്റെ പുത്രി ശ്രീ എന്നു പേരുള്ള രാജകുമാരി അയാളെ കാണാനിടയായി. അതിസുന്ദരനാണല്ലോ ഇദ്ദേഹം. അങ്ങനെയുള്ള ആ യുവാവിൽ അവൾക്ക് അനുരാഗം ജനിച്ചു. താഴെ നിരത്തിലൂടെ നടക്കുകയായിരുന്ന അയാളെ നോക്കി പുഞ്ചിരിച്ചിട്ടൊരു പൂവെടുത്ത് വല്ലിൽ മുട്ടിച്ച് താഴേക്ക് ഇട്ടുകൊടുത്തു. അതൊരു സന്ദേശമാണെന്ന് ദേവദത്തന് മനസ്സിലായി. പക്ഷേ കാര്യമൊന്നും വ്യക്തമായില്ല അദ്ദേഹത്തിന്. ബുദ്ധിമാനായ അയാളുടെ ഗുരു അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. പുഷ്പം ദന്തത്തിൽ മുട്ടിച്ചെറിഞ്ഞതിനർത്ഥം ഇവിടെ അടുത്തുള്ള പുഷ്പദന്തം എന്ന ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായി കാണാമെന്നാണ്. അതനുസരിച്ച് ദേവദത്തൻ ക്ഷേത്രത്തിലെത്തി കാത്തിരുന്നു. രാജകുമാരി ഏകയായി അവിടെ എത്തി. തന്റെ സന്ദേശം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് അവൾ ചോദിച്ചപ്പോൾ ഗുരുവായ മന്ത്രസ്വാമി ആണ് വ്യാഖ്യാനിച്ചു തന്നതെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ദേഷ്യം വരികയും ചെയ്തു. താങ്കൾ എത്ര മൂഢനാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരികെ പോവുകയും ചെയ്തു. അവൾ പോട്ടെ, ബാക്കി കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പറയാം അല്ലേ. ഇങ്ങനെ തൊട്ടതിനും എടുത്തതിനെല്ലാം ദേഷ്യം വരലും ശപിക്കലും ഇതൊക്കെയാണ് ഇവരുടെ കഥ. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ബാക്കി അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം അല്ലേ.